സ്വർണ്ണപ്പടയുടെ പടത്തലവനായി ഭരണകൂടത്തിന്റെ ജനവഞ്ചനകൾക്കെതിരെ പ്രതിരോധ കോട്ട കെട്ടുന്ന കാലം കാതോർക്കുന്ന ജനനായകത കാലഘട്ടത്തിന്റെ കടമ നിർവഹിക്കുവാൻ കാലഘട്ടത്തോടുള്ള കടമ നിർവഹിക്കുവാൻ കാലങ്ങളിൽ പോയവരുടെ മുന്നിൽ എതിരാളികൾ കെട്ടിപ്പൊക്കിയ നുണക്കഥകളുടെയും കള്ളപ്രചരണങ്ങളുടെയും കോട്ടകൊത്തളങ്ങളെ ആദർശ രാഷ്ട്രീയത്തിന്റെ റോഡിലേക്ക് വശങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് കടന്നു വരിക. നിങ്ങളുടെ സുരക്ഷയ്ക്ക് സുരക്ഷയ്ക്ക് രണ്ട് ഭാഗങ്ങളിലേക്ക് പോകാം. പ്രിയമുള്ളവരെ, രണ്ടു വശങ്ങളിലേക്ക് മാറുന്ന സഹകരിക്കേണ്ടതാണ്.
മുന്നിലുള്ള എല്ലാവരും റോഡിന്റെ ഇരുവശങ്ങളിലേക്ക് മാറി നിൽക്കേണ്ടത്. പിന്നെ എല്ലാവരും ഇരുവശങ്ങളിലേക്ക് മാറി നിൽക്കേണ്ടത്. ഈ ജാഥയുടെ നല്ല നടത്തിപ്പിനായി റോഡിന്റെ ഇരുവശങ്ങളിലേക്ക് മുഴുവൻ പ്രവർത്തകരും
രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലേക്ക് നാം ഇറങ്ങേണ്ടിയിരിക്കുന്നു കൂട്ടരെ. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ഭാരത് ജോഡോ യാത്രയുടെ നായകൻ ഇതാ ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ജനാധിപത്യ വിശ്വാസികളുടെ, മതേതര വിശ്വാസികളുടെ, നാട്ടുകാരുടെ, എല്ലാ ജനവിഭാഗങ്ങളുടെയും ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് നിങ്ങളെ കാണുവാനും നിങ്ങളോട് സംസാരിക്കുവാനും ഈ യാത്രയിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിനുമായി നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, നമ്മുടെ അനുശീലന നേതാവ്, ഭാരത് ജോഡോ യാത്രയുടെ പ്രിയങ്കരനായ നേതാവ്, നായകൻ ശ്രീ രാഹുൽ ഗാന്ധി ഇതാ ആലുവയിലെ ഇന്നത്തെ സമാപന വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ദയവായി രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി, ഭാരത് ജോഡോ യാത്ര, ഭാരത് ജോഡോ യാത്ര, രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി, രാഹുൽ ഗാന്ധി, ഭാരത് ജോഡോ യാത്ര, രാഹുൽ ഗാന്ധി. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇതാ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ ഈ സ്റ്റേജിന് പുറകുവശത്ത് തിക്കും തിരക്കും ഉണ്ടാക്കുന്ന മുഴുവൻ നേതാക്കന്മാരും പ്രവർത്തകരും ഈ വേദിക്ക് മുൻവശത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഭാരത് ജോഡോ യാത്രയുടെ I would like to invite our dynamic leader, Sri Rahul Gandhi, to address this gathering. I'd like to welcome all the senior leaders on the stage, all the Congress workers, Congress leaders here, brothers and sisters, friends of the media. I'd like to welcome you all and thank you for joining us in the Bharat Jodo Yatra today. ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാർ, പ്രവർത്തകർ, മാധ്യമ സുഹൃത്തുക്കൾ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരടക്കം ഇന്ന് ഈ റാലിയിൽ പങ്കാളികളായ മുഴുവൻ പേരെയും
ആദ്യമായി സ്വാഗതം ചെയ്യാനും നന്ദി പറയാനും ഈ അവസരം വിനിയോഗിക്കുക. I'd also like to pay tribute to a great son of this state, a visionary leader, Sri Narayana Guruji, on his Samadhi Day. ഞാൻ ഈ മണ്ണിൻ്റെ മകനായ ഒരുപക്ഷെ ഭാരതം കണ്ട വലിയ ദക്ഷിണാശാലിയും ദീർഘദർശിയുമായിരുന്ന ഈ മണ്ണിൻ്റെ മകൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. A person who even today gives direction to the people of Kerala. ഗുരു എന്ന് പറയുന്നത് ഈ കാലത്തും ഈ മണ്ണിലെ ജനങ്ങൾക്ക് ദിശാബോധം നൽകുന്ന ഒരു വ്യക്തിത്വമാണ്. We have been walking through Kerala for some days now, and it has been an honor and a pleasure for me. ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. ഇതെനിക്ക് തികച്ചും അഭിമാനവും സന്തോഷവും നൽകുന്ന നിമിഷങ്ങളാണ്. And throughout the day, I meet thousands and thousands of people and discuss their issues, their problems, their lives. ദിവസവും ഞാൻ ആയിരക്കണക്കിന് ആളുകളെ കാണുന്നു. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പലരോടും ഞാൻ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നുമുണ്ട്. It makes me very happy to walk the streets of Kerala, but it makes me sad to listen to what the people of Kerala have to say. എനിക്ക് കേരളത്തിൻ്റെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ വലിയ സന്തോഷമാണ്. എന്നാൽ അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ടാകുന്നു. Every single youngster who I meet either does not have a job or is not happy with the job he has. ഞാൻ കണ്ട ഓരോ ചെറുപ്പക്കാരും അവർ ദുഃഖത്തോടു കൂടിയാണ് എന്നോട് സംസാരിച്ചത്. ഒന്നുകിൽ അവർക്ക് തൊഴിലില്ല, അല്ലെങ്കിൽ ഉള്ള തൊഴിൽ അവർ ഒട്ടും സംതൃപ്തരല്ല. The country is in a crisis of unemployment and high prices. ഈ രാജ്യം തൊഴിലില്ലായ്മയുടെയും വിലക്കയറ്റത്തിന്റെയും വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. You know better than me what is happening to fuel prices, to petrol prices, to gas cylinders. എന്നെക്കാളും നന്നായി നിങ്ങൾക്കറിയാം ഈ രാജ്യത്ത് ഇന്ധന വിലയുടെയും ഗ്യാസിന്റെ വിലയുടെയും അടക്കമുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്തുപോലെയാണ് കുതിച്ചുയരുന്നത് എന്ന്. The people of Kerala and the people of India are being squeezed between unemployment and high prices. കേരളത്തിലെ ജനങ്ങളെയും ഭാരതത്തിലെ ജനങ്ങളെയും യഥാർത്ഥത്തിൽ പിഴിഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ വിലക്കയറ്റവും അതുപോലെ തന്നെ തൊഴിലില്ലായ്മയും കൊണ്ട്. It is not a nice thing to say, but our poor people are drowning in the waves of unemployment and price rise. പറയാൻ സന്തോഷമുള്ള കാര്യമല്ല, എന്നിരുന്നാലും ഈ രാജ്യത്തെ പാവങ്ങളും സാധാരണക്കാരും ഈ വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയിലും അവർ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ്. Small and medium business sizes, owners of these businesses see no future. ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളും ചെറുകിട വ്യവസായികളും ഒന്നും ഈ രാജ്യത്ത് അവർക്ക് മുമ്പിൽ ശോഭനമായ ഒരു ഭാവി കാണാൻ കഴിയുന്നില്ല. Policies like demonetization and a flawed GST have destroyed their businesses. യഥാർത്ഥത്തിൽ നിരോധനം പോലെ, പണനിരോധനം പോലെ, അല്ലെങ്കിൽ GST തെറ്റായി നടപ്പിലാക്കിയ GST അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് അവരുടെ ഭാവി തച്ചുടച്ചിരിക്കുകയാണ്. Today I met entrepreneurs from the IT sector, and every single one of them complained about the lack of support that they have. ഇന്ന് ഞാൻ IT മേഖലയിലെ ഏതാനും പ്രമുഖരായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളെ കാണാനിടയായി. എന്നാൽ അവരെല്ലാവരും സർക്കാരിൻ്റെ തെറ്റായ നയസമീപനങ്ങളും അല്ലെങ്കിൽ അവർക്ക് പിന്തുണ ലഭിക്കാത്ത ഒരു സർക്കാരിൻ്റെ നയങ്ങളെയും കുറിച്ച് പരാതിപ്പെടുകയുണ്ടായി. They come with the intention of bringing jobs to the people of Kerala, to the people of India, and they are faced with red tape, they are faced with corruption. It is almost impossible for them to build their businesses. അവർ കേരളത്തിലേക്കും ഭാരതത്തിലേക്കും വന്നത് ഇവിടെയുള്ള സാധാരണക്കാർക്കും ചെറുപ്പക്കാർക്കും തൊഴിൽ നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ്. എന്നാൽ അവരുടെ പല സംരംഭങ്ങളും ചുവപ്പ് നാടയിൽ കുടുങ്ങിയും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് അഴിമതി അടക്കമുള്ള കാര്യങ്ങളിൽ കുടുങ്ങി അവർ പ്രയാസപ്പെടുന്നു എന്ന് അവർ എന്നോട് പറഞ്ഞു. And it is the same with our fishermen, with our coir workers, with our farmers. Every single person is facing the same problem. ഇത് തന്നെയാണ് നമ്മുടെ വിവിധ മേഖലകളിലുള്ള ആളുകൾ, മത്സ്യത്തൊഴിലാളികളാണെങ്കിലും അതുപോലെ കയർ തൊഴിലാളികളാണെങ്കിലും
ഈ രാജ്യത്തെ കർഷകരാണെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴയുന്ന കാഴ്ചയാണ് എല്ലാ മേഖലകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. So India is faced with an ironic situation. ഇന്ത്യ ഒരു പ്രത്യേകതരമായ സാഹചര്യത്തെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. On one hand, we have the richest people in the world. ഒരു വശത്ത് നമ്മൾക്ക് ലോകത്ത് തന്നെ ഏറ്റവും ധനികരായ ആളുകളെ കാണാൻ കഴിയുന്നു. Brothers and sisters, the second richest man on the planet comes from India. സഹോദരി സഹോദരന്മാരെ, ഈ ഭൂഗോളത്തിലെ ഏറ്റവും രണ്ടാമത്തെ ധനികൻ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയും. He can monopolize any business he wants in the country. ഈ രാജ്യത്തെ ഏത് വ്യവസായത്തെയും ഏത് ബിസിനസിനെയും ഏകപക്ഷീയമായി കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിയും. He doesn't need any permission to do business. അദ്ദേഹത്തിന് ഒരാളുടെയും കൺസെന്റിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അനുമതികളുടെ ആവശ്യമില്ല. He can buy any airport, any port. He can dominate the agricultural business. He can dominate the power business. He can dominate the solar business. അദ്ദേഹത്തിന് ഈ രാജ്യത്തെ എയർപോർട്ടുകൾ വാങ്ങാൻ കഴിയും, ഈ രാജ്യത്തെ കപ്പൽശാലകൾ വാങ്ങാൻ കഴിയും, ഈ രാജ്യത്തെ സാധാരണപ്പെട്ട ഏത് സംവിധാനങ്ങളും വാങ്ങാൻ, ഈ രാജ്യത്തെ പവർ സെക്ടറിന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വാങ്ങാൻ കഴിയും എന്ന് വേണ്ട ഏത് സംവിധാനങ്ങളും വാങ്ങാൻ അദ്ദേഹത്തിന് കഴിയും. Where does he get the money to build these businesses? ഇതെല്ലാം വാങ്ങാനും ഇതെല്ലാം ഉണ്ടാക്കാനുമുള്ള പണം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് വരുന്നത്? And who gives him the money to build these businesses? ആരാണ് അദ്ദേഹത്തിന് ഇതെല്ലാം ചെയ്യാനുള്ള പണം നൽകുന്നത്? Brothers and sisters, this money comes from public sector banks. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന് ഈ പണം ലഭിക്കുന്നത് മുഴുവൻ ഇന്ത്യ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നാണ്. This is your money. ഇത് നിങ്ങളുടെ പണമാണ്, ഈ രാജ്യത്തെ ജനങ്ങളുടെ പണമാണ്. This is the money that should be used to build your schools. ഈ പണം ഈ രാജ്യത്തെ സാധാരണക്കാരന് വേണ്ടി, ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പണിയുന്നതിന് വേണ്ടി, to build your hospitals. ഈ രാജ്യത്ത് ആസ്പത്രികളും സ്കൂളുകളും പോലുള്ള സാധാരണക്കാരന് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ട പണമാണ് ഈ പണം. To give loans to farmers in distress. ഈ രാജ്യത്തെ പാവപ്പെട്ട കർഷകർക്ക്, പ്രയാസത്തിലായിരിക്കുന്ന കർഷകർക്ക് ലോൺ നൽകേണ്ട പണമാണ് ഈ പണം. To support and finance and help small business owners, tea shop owners. ചെറുകിടക്കാരെയും സാധാരണ വഴിയോര കച്ചവടക്കാരെയും അവർക്ക് ലോൺ നൽകിയോ അവർക്ക് സാമ്പത്തികമായി പിന്തുണ നൽകേണ്ട പണമാണ് ഈ പണം. But this does not happen. പക്ഷേ അത് ഈ രാജ്യത്ത് സംഭവിക്കുന്നില്ല. If you take a loan and you default on the loan, they take away your house. നിങ്ങൾ ഒരു ബാങ്കിൽ നിന്നും വായ്പ എടുത്താൽ നിങ്ങൾക്ക് സമയത്ത് തിരിച്ചടക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ കുടുംബമടക്കം നിങ്ങളുടെ വീട് അവർ ജപ്തി ചെയ്ത് കൊണ്ടുപോകും. They call you a criminal. നിങ്ങളെ അവർ ക്രിമിനലായി കണക്കാക്കും. നിങ്ങളൊരു കുറ്റവാളിയെ പോലെയാണ് അവർ കണക്കാക്കുക. They take away your home. അവർ നിങ്ങളുടെ വീടടക്കം ജപ്തി ചെയ്ത് കൊണ്ടുപോകും. But if the biggest businessmen in India default on a loan, they are not called criminals. They are called non-performing assets. ഈ രാജ്യത്തെ ഏറ്റവും ധനികനായവനെടുത്ത വായ്പ തിരിച്ചടക്കാതെ കുടിശ്ശികയായാൽ അവനെ കുറ്റവാളിയെ പോലെ കാണുന്നില്ല, മറിച്ച് അവനെ ഓമന പേരിട്ട് വിളിക്കുന്നത് നോൺ പെർഫോമിംഗ് അസറ്റ്, അല്ലെങ്കിൽ കിട്ടാക്കടം എന്ന പേരിട്ട് ഓമന പേരിട്ട് വിളിക്കുകയാണ്. Lakhs and lakhs of crores. Lakhs and lakhs of crores have gone to the biggest businesses in the country. ഒന്നും രണ്ടും രൂപയല്ല, ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഈ രാജ്യത്തെ വലിയ വ്യവസായികളുടെയും ബിസിനസ്സുകാരുടെയും കയ്യിലെത്തിപ്പെട്ടിട്ടുള്ളത്. During COVID, workers from across the country needed to go back home. ഈ രാജ്യത്ത് കോവിഡിന്റെ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഈ രാജ്യത്തിന്റെ എല്ലാ തെരുവുകളിൽ നിന്നും ആ തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും അവരുടെ വീടുകളിലേക്ക് തിരികെ പോകേണ്ടി വന്നു. They needed 100-200 rupees for food and a bus ticket. അവർക്ക് 100-200 രൂപ ഭക്ഷണം കഴിക്കാനും തിരികെ പോകാനുള്ള ട്രെയിൻ കൂലിയോ അല്ലെങ്കിൽ വണ്ടിക്കൂലിയോ വേണമായിരുന്നു. The government of India did not give them that. ഗവൺമെന്റ് അതുപോലും കൊടുക്കാൻ തയ്യാറായില്ല. At the same time, while the lockdown was on, the government of India was forgiving the loans of the biggest business people in this country. ഈ സാധാരണക്കാരന് തിരികെ പോകാൻ വണ്ടിക്കൂലി പോലും കൊടുക്കാൻ തയ്യാറായിരുന്ന ഗവൺമെന്റ് ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് കോടി രൂപയാണ് വലിയ വ്യവസായികളുടെ എഴുതി തള്ളാൻ തയ്യാറായത്. Few days ago I met the people from the tourism industry in Kerala. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കേരളത്തിലെ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതാനും ആളുകളെ കാണാനിടയായി. An industry that gives lakhs and lakhs of people jobs in this state. ടൂറിസം മേഖല എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ്. And I asked them, what was your biggest problem? ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് നിങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, പ്രയാസം എന്താണ്? And they said, within a second they said, our biggest problem was that lockdown was done without any warning.
അവർ ഒരു സംശയവുമില്ലാതെ ഒരു അര സെക്കൻഡിനുള്ളിൽ എന്നോട് മറുപടി പറഞ്ഞു, ഈ രാജ്യത്ത് ഒരു മുന്നറിയിപ്പില്ലാതെ ഈ രാജ്യം അടച്ചിട്ടതാണ് ഞങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയത്. Without any compassion, without any thought, the Prime Minister declared a lockdown. ഒരാലോചനയില്ലാതെ ഒരു ചിന്തയില്ലാതെ ഞങ്ങളെ പരിഗണിക്കാതെ ഞങ്ങളുടെ അവസ്ഥ എന്താവുമെന്ന് അറിയാതെ ഈ രാജ്യം അടച്ചിട്ടതോടുകൂടി ഞങ്ങൾ തകർന്ന് തരിപ്പണമായി. Destroyed thousands and thousands and thousands of small businesses. ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചെറുകിട സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് തുടച്ചു നീക്കപ്പെട്ടത്. Smashed the lives of people. അത് ഒരുപാട് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതം തുടച്ചു മാറ്റി. And he did the same with demonetization. ഇതേ ഡിമോണിറ്റൈസേഷൻ ആണ് അവരെ തകർത്ത് തരിപ്പണമാക്കിയത്. Didn't ask anybody what the consequences would be. ഒരാളോട് പോലും ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ചോദിച്ചില്ല ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപിച്ചാൽ ഈ രാജ്യത്തെ എന്ത് പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന്. At 8 o'clock one evening he says, I'm banning 500 and 1000 rupee notes. ഒരു ദിവസം ഇതുപോലെ 8 മണി സമയത്ത് അദ്ദേഹം രാജ്യത്ത് വന്നിട്ട് പറഞ്ഞു, ഈ രാജ്യത്തെ 500ന്റെയും 1000ന്റെയും നോട്ടുകൾ ലീഗലി വാലിഡ് അല്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് എന്ന്. Did he ask himself the question, what would happen to the millions of poor people who have 500 and 1000 rupee notes? അദ്ദേഹം ചിന്തിച്ചില്ല ഈ രാജ്യത്ത് 500,000 രൂപയുടെ ചെറിയ കെട്ടുകളായി കാത്തുവച്ചിട്ടുള്ള ഈ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് സാധാരണക്കാരന് എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. Did he ask himself the question, what would happen to their savings? അദ്ദേഹം സ്വയം ആലോചിച്ചില്ല അവരുടെ ഈ ചെറിയ സമ്പാദ്യങ്ങൾക്ക് എന്താണ് ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത്. Did he ask himself the question, how would they eat that evening? അദ്ദേഹം സ്വയം ചിന്തിച്ചോ അവരെങ്ങനെ അവരുടെ നിത്യവൃത്തി മുന്നോട്ട് കൊണ്ടുപോകും, അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അദ്ദേഹം ആലോചിച്ചോ? No. ആലോചിച്ചില്ല. Because his job is to clear the way for the biggest businesses in the country. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ രാജ്യത്തെ വൻ വ്യവസായികളും ഇത് രാജ്യത്തെ വൻ ബിസിനസ്സുകാർക്കും മുന്നോട്ട് പോകാനുള്ള പാത എങ്ങനെ ക്ലിയർ ആക്കാം എന്നത് മാത്രമായിരുന്നു. And the way he does his job is by dividing India. അദ്ദേഹം ആ ജോലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ വിഭജിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ജോലി By ചെയ്തുകൊണ്ടിരിക്കുന്നത്. making one brother fight against another brother. അത് ഈ രാജ്യത്തെ ഒരു സഹോദരൻ മറ്റൊരു സഹോദരൻ നേരെ യുദ്ധം ചെയ്യുന്നതോ അല്ലെങ്കിൽ അവനുമായി കലാപത്തിൽ ഏർപ്പെടുന്ന രീതിയിൽ ഈ രാജ്യത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. By creating hatred between religions, communities, states, languages. ഈ രാജ്യത്തെ മതങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്നു, ഈ രാജ്യത്തെ സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്നു, ഈ രാജ്യത്തെ ജാതികൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്നു, ഈ രാജ്യത്തെ സംസ്ഥാനങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കുന്നു. And the idea is to divide the people of India so that the people of India are distracted. ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നത് തന്നെയാണ്. Make them angry, make them full of hatred so they do not see what is being done to them. ജനങ്ങളുടെ മനസ്സിൽ വിദ്വേഷം നിറയ്ക്കുന്നു, ജനങ്ങളുടെ മനസ്സിൽ വൈരാഗ്യം നിറയ്ക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവർ ഈ രാജ്യത്തെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിക്കാണാൻ കഴിയുന്നില്ല. Because when you are blinded with anger and hatred, you cannot see the most obvious things that happen to you. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വൈരാഗ്യം കൊണ്ട് വിദ്വേഷം കൊണ്ട് അന്ധരായി മാറുമ്പോൾ ഈ രാജ്യത്ത് നടക്കുന്ന യഥാർത്ഥ കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയാതെ വരുന്നു. So while India is steeped in hatred and anger, Mr. Narendra Modi is taking away what is yours and giving it to 3 or 4 of his friends. അങ്ങനെ ഈ രാജ്യം വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും വലിയ കാർമേഘത്തിനടിയിൽ പെടുമ്പോൾ ഈ രാജ്യത്തിന്റെ എല്ലാ സ്വത്തുക്കളും ഈ രാജ്യത്തിന്റെ സമ്പത്തും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ 3-4 പേർക്ക് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുകയാണ്. It's a very simple cycle. ഇതൊരു വളരെ നിസ്സാരമായ നമുക്ക് കാണാൻ കഴിയുന്ന വൃത്തമാണ്. Mr. Narendra Modi divides the country and creates anger. നരേന്ദ്രമോദി ഈ രാജ്യത്ത് വിദ്വേഷവും വൈരാഗ്യവും നിറച്ച് ഈ രാജ്യത്തെ വിഭജിക്കുന്നു. He takes away what is yours and gives it to 3 or 4 of his crony capitalist friends. എനിക്കും നിങ്ങൾക്കും അവകാശപ്പെട്ട ഈ രാജ്യത്തിന്റെ സ്വത്തുക്കളും ഈ രാജ്യത്തിന്റെ റിസോഴ്സും അദ്ദേഹത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട 3-4 പേർക്ക് നൽകുന്നു. Those friends own our media. അദ്ദേഹത്തിന്റെ ആ 4 സുഹൃത്തുക്കളാണ് ഈ രാജ്യത്തെ പത്രമാധ്യമങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. And they promote Mr. Narendra Modi on television. അവർ ചേർന്ന് ഈ പ്രധാനമന്ത്രിയെ ടെലിവിഷനിലും മറ്റ് മാധ്യമങ്ങളിലും പ്രൊമോട്ട് ചെയ്യുന്നു. They flood social media with Mr. Narendra Modi's images. അവര് സോഷ്യൽ മീഡിയ അടക്കമുള്ള പത്രമാധ്യമങ്ങളെ നരേന്ദ്രമോദിയുടെ പ്രചരണം കൊണ്ട് നിറയ്ക്കുന്നു. And Mr. Narendra Modi ensures that they can dominate and monopolize any business they want. അങ്ങനെ ചെയ്യുന്നതിന് പ്രത്യുപകാരമായി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അവർക്ക് ഈ രാജ്യത്തെ ഏത് ബിസിനസിനെയും ഏകപക്ഷീയമായി കീഴടക്കാമെന്ന് ഉള്ള അവസരം നൽകുന്നു. The result is that your money has gone into the pocket of one man who has become the second richest man in the world.
ഒടുവിൽ ഇതിന്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും പണം ഈ രാജ്യത്ത് നമ്മൾക്ക് അവകാശപ്പെട്ട പണം ഈ ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ധനികനായ വ്യക്തിക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. So two Indias are being created. അങ്ങനെ ഈ രാജ്യത്തെ രണ്ട് ഭാരതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. One India of a few people. ഒരു ഇന്ത്യ എന്ന് പറയുന്നത് ഏതാനും ആളുകളുടെ മാത്രം ഇന്ത്യ. Billionaires. അവരെല്ലാം മൾട്ടി മില്യനേഴ്സ് ആണ്. ഈ രാജ്യത്തെ ലക്ഷാധിപതികളും കോടീശ്വരന്മാരുമാണ്. They control all India's businesses. അവരാണ് ഈ രാജ്യത്തെ എല്ലാ വ്യവസായങ്ങളെയും ഈ രാജ്യത്തെ ബിസിനസിനെ നിയന്ത്രിക്കുന്നത്. They can have and fulfill any dream they want. അവരുടെ എല്ലാ സ്വപ്നങ്ങളും ഈ രാജ്യത്ത് പൂവണിയും. അവർക്ക് എന്ത് വേണമെങ്കിലും ഈ രാജ്യത്താകാം. And then another India of millions and millions and millions of people. മറ്റൊരു ഇന്ത്യയുണ്ട്. ഈ രാജ്യത്തെ സാധാരണക്കാരനും പാവപ്പെട്ടവനും വരുന്ന ദശലക്ഷക്കണക്കിന് കോടാനുകോടി വരുന്ന ഭാരതീയൻ. In that second India there are farmers, laborers, owners of small businesses, tea shop owners, carpenters, IT professionals. None of these people will be able to fulfill their dreams. ആ രണ്ടാമത്തെ ഭാരതത്തിൽ ഈ രാജ്യത്തെ കർഷകനുണ്ട്, ഈ രാജ്യത്തെ തൊഴിലാളിയുണ്ട്, ഈ രാജ്യത്തെ ചെറുകിടക്കാരനുണ്ട്, ഈ രാജ്യത്തെ IT മേഖലയിൽ പണിയെടുക്കുന്നവരുണ്ട്, ഈ രാജ്യത്തെ സാധാരണ മത്സ്യത്തൊഴിലാളികളുണ്ട് എന്ന് വേണ്ട എല്ലാ മേഖലയിലും പെട്ട സാധാരണക്കാർ അവർ നിരാശയോടുകൂടി ഈ രാജ്യത്ത് നിൽക്കേണ്ടി വരുന്നു. The billionaires don't have to worry about high prices. കോടീശ്വരന്മാർക്ക് ഈ രാജ്യത്തിന്റെ വിലക്കയറ്റത്തെ കുറിച്ച് ആകുലപ്പെടേണ്ട സാഹചര്യമില്ല. The higher the prices, the more money they make. എന്തോരം വില കയറുന്നു അത്രയേറെ അവരുടെ ലാഭം കൂടി വരികയാണ്. The billionaires don't have to worry about employment. കോടീശ്വരന്മാർക്ക് ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ച് പറയേണ്ടതില്ല. Their children will always have jobs. അവരുടെ മക്കൾക്ക് തൊഴില് ഏറ്റവും മികച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. It is the common man of Kerala, the common man of India who has to worry about high prices. ഈ രാജ്യത്തെയും ഈ സംസ്ഥാനത്തെയും സാധാരണക്കാരനാണ് ഈ രാജ്യത്തെ വിലക്കയറ്റത്തെ കുറിച്ച് വേവലാതിപ്പെടുന്നതും ആവലാതി ഉണ്ടാകുന്നതും. You used to pay much less for petrol than you do now. ഇതിനു മുമ്പ് നിങ്ങൾ പെട്രോളിന് ഇത്രയും പണം നൽകിയിരുന്നില്ല. ഇതിലും എത്രയോ കുറഞ്ഞ തുകയാണ് നിങ്ങൾ 1 ലിറ്റർ പെട്രോൾ നൽകിയിരുന്നത്. Ask yourself where this money is going. നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ കൂടുതലായി നൽകുന്ന പണം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? Please realize that the money is not disappearing into thin air. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ അധികമായി നൽകുന്ന പണം എവിടെയോ ഇങ്ങനെ അലിഞ്ഞില്ലാതാവുകയാണ് എന്ന്. അതാർക്കോ ലഭിക്കുകയാണ്. I met the fishermen some days back and they said to me that we don't get a subsidy anymore. ഞാൻ കഴിഞ്ഞ ദിവസം മത്സ്യത്തൊഴിലാളികളെ കാണാനിടയായി. അവരുടെ പരാതി എന്ന് പറയുന്നത് അവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയിരുന്ന സബ്സിഡി, അതായത് മണ്ണെണ്ണയ്ക്കോ പെട്രോളിനോ ലഭിച്ചിരുന്ന സബ്സിഡി ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ്. I said to them, that is the first question you have asked. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഇതാണല്ലോ. Why are we not getting a subsidy? എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സബ്സിഡി ലഭിക്കാത്തത് എന്നാണ് അവരുടെ ആദ്യത്തെ ചോദ്യം. But there is a more important question you should ask. അതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. The money that is not coming to us, to whom is it going? ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സബ്സിഡി ഇല്ലാതായപ്പോൾ ആ പണം ഇപ്പോൾ ആർക്കാണ് ലഭിക്കുന്നത് എന്ന ചോദ്യമാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. Brothers and sisters, please realize money never disappears. പ്രിയമുള്ളവരെ, ഈ രാജ്യത്തെ ഒരു പണവും അന്തരീക്ഷത്തിൽ അലിഞ്ഞില്ലാതാകുന്നതല്ല. നിങ്ങൾക്ക് തരാതിരിക്കുന്ന പണം എവിടെയോ ആർക്കോ ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. It is physically impossible for money to disappear. അത് ഒരു കാരണവശാലും ഈ രാജ്യത്ത് ഒരു പണത്തെയോ ധനത്തെയോ ഇല്ലാതാക്കാൻ കഴിയില്ല. മറിച്ച് അത് മറ്റാർക്കോ ലഭിക്കുകയാണ്. Money moves. പണം ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചക്രമാണ് നടക്കുന്നത്. ഒരു മേഖലയിൽ നിന്നും ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു. It can either come into your pocket, അത് വേണമെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിലേക്ക് വരാം, or it can go into somebody else's pocket. അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പോക്കറ്റിലേക്ക് പോകാം. But remember, it has to go into someone's pocket. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അത് ആരുടെയെങ്കിലും പോക്കറ്റിൽ ചെന്നിട്ടുണ്ടാകും. When we did Narega, the money went into your pocket. നമ്മൾ ഈ രാജ്യത്തെ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ആ പണം നിങ്ങളുടെ പോക്കറ്റിനെ തേടിയാണ് വന്നത്. When we did the right to food, money went into your pocket. നമ്മൾ ഈ രാജ്യത്ത് ഫുഡ് സബ്സിഡി ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കിയപ്പോൾ ആ പണം നിങ്ങളുടെ പോക്കറ്റിനെ തേടിയാണ് വന്നത്. When we fought for the land acquisition bill, and I'm seeing on this highway all the houses that are being broken and the compensation you're getting, the money that is going into your pocket came because we stood for you. ഈ രാജ്യത്തെ ഭൂമി ഏറ്റെടുക്കലിന്റെ നിയമം ഞങ്ങൾ നടപ്പിലാക്കിയപ്പോൾ ആ പണം നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് നിങ്ങളുടെ പോക്കറ്റിനെ തേടിയാണ് വന്നത്. ഞാൻ വന്നപ്പോൾ കണ്ടു ഈ ഹൈവേ വികസനത്തിന് വേണ്ടി ഏറ്റെടുത്ത ഭൂമി അതിനെല്ലാം കൃത്യമായ അല്ലെങ്കിൽ അർഹമായ തുക ജനങ്ങൾക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ആ നിയമം കൊണ്ടായി. When we gave 70,000 crore rupees to India's farmers, we put money in their pocket. കാർഷിക കടം എഴുത്തള്ളിക്കൊണ്ട് ഈ രാജ്യത്ത് 70,000 കോടി രൂപ എഴുത്തള്ളിയപ്പോൾ ഈ രാജ്യത്തിന്റെ കർഷകന്റെ പോക്കറ്റിലേക്കാണ് ആ പണം എത്തിച്ചേർന്നത്.
When Narendra Modi criticizes Narega in the Parliament House, he's trying to take money out of your pocket. നരേന്ദ്രമോദി പാർലമെന്റിൽ ഈ രാജ്യത്ത് തൊഴിലുറപ്പ് നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതിയെ വിമർശിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പണം തിരിച്ചെടുക്കാനാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത്. When Narendra Modi ji passes the 3 farm laws, black laws, he's trying to take money out of the pocket of farmers. ഈ രാജ്യത്ത് കറുത്ത കാർഷിക നിയമങ്ങൾ നടപ്പിലാക്കിയതോടുകൂടി ഈ രാജ്യത്തെ കർഷകരിൽ നിന്നും ആ പണം തട്ടിയെടുക്കാനാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പരിശ്രമിച്ചത്. When Narendra Modi ji does demonetization, he's taking money out of your pocket. ഈ രാജ്യത്ത് നിരോധനം നടപ്പിലാക്കിയപ്പോൾ, ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയപ്പോൾ നിങ്ങളിൽ സാധാരണക്കാരിൽ നിന്നും ആ പണം തിരിച്ചെടുക്കാനാണ് നരേന്ദ്രമോദി പരിശ്രമിച്ചത്. When he hits you with the GST with 5 different taxes, 28% taxes, he's taking money out of your pocket. ഈ രാജ്യത്തെ തെറ്റായ രീതിയിൽ GST നടപ്പിലാക്കി 28% വരെ ടാക്സ് ഏർപ്പെടുത്തിയപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പോക്കറ്റിൽ നിന്നും ആ പണം തിരിച്ചെടുക്കാനാണ് നരേന്ദ്രമോദി പരിശ്രമിച്ചത്. The game is very, very simple. ഈ രാജ്യത്ത് നടക്കുന്ന കളി എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. Either the money goes into the vast majority of Indian people's pockets, ഒന്നുകിൽ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന കോടാനുകോടി സാധാരണക്കാരന്റെ കയ്യിലേക്ക് പണം ചെല്ലുക, or then the money goes into a chosen few people's pockets. അതല്ലെങ്കിൽ ഈ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള ഏതാനും ആളുകൾക്ക് ആ പണം ലഭിക്കുന്ന സാഹചര്യം So the next time you're filling petrol in your scooter or in your car and you see the price has gone up, ask yourself the question, where is this money going? In whose pocket is this money going? അടുത്ത വട്ടം നിങ്ങൾ നിങ്ങളുടെ സ്കൂട്ടറിലോ കാറിലോ പെട്രോളോ ഡീസലോ അടിക്കുമ്പോൾ നിങ്ങൾ കൂടുതലായി നൽകുന്ന പണം നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കണം, ഞാൻ കൂടുതലായി നൽകുന്ന ഈ പണം ഈ രാജ്യത്ത് ആരുടെ പോക്കറ്റിലാണ് പോകുന്നത് എന്ന്. Don't just say petrol has become more expensive. വെറുതെ ഈ രാജ്യത്ത് ഇന്ധന വില വർദ്ധിച്ചു എന്ന് മാത്രം പറഞ്ഞ് അവിടെ നിങ്ങളുടെ ചിന്ത അവസാനിപ്പിക്കരുത്. Ask yourself the question, into whose pocket is the money from the expensive petrol going? നിങ്ങൾ സ്വയം ആത്മപരിശോധനയോടുകൂടി സ്വയം ഒരു ചോദ്യം ചോദിക്കണം, ഞാൻ കൂടുതലായി നൽകുന്ന ഈ പണം ആർക്കാണ് ലഭിക്കുന്നത് എന്ന്. These are some of the ideas behind the Bharat Jodo Yatra. ഇതൊക്കെയാണ് ഈ ഭാരത് ജോഡോ യാത്രയിൽ ജനങ്ങളോട് പറയാൻ വേണ്ടി ഞങ്ങൾ കരുതി വെച്ചിട്ടുള്ള ആശയം എന്ന് പറയുന്നത്. We are not ready to accept an India that is divided and full of hatred. വിഭജിക്കപ്പെട്ട ഒരു ഇന്ത്യ, ഇന്ത്യയിലെ വിദ്വേഷം നിറയ്ക്കപ്പെട്ട ഒരു ഇന്ത്യ, വൈരാഗ്യം നിറയ്ക്കപ്പെട്ട ഒരു ഇന്ത്യ, അതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന ആശയമാണ് ഭാരത് ജോഡോ യാത്രയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. We do not recognize this India and this is not our India. ഞങ്ങൾ അറിയുന്ന ഇന്ത്യ, ഞങ്ങൾ വളർന്ന ഇന്ത്യ, നമ്മൾ സ്വപ്നം കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഇന്ത്യയല്ല. വിദ്വേഷവും വൈരാഗ്യവും നിറഞ്ഞ ലോകത്ത് അഭിമാനത്തോടു കൂടി നിന്നിരുന്ന നമ്മുടെ ഇന്ത്യ ഇതല്ല. Our India is full of affection for its people. ഇന്ത്യ, നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഈ പരസ്പര സ്നേഹവും സൗഹാർദ്ദവും സ്നേഹം കൊണ്ട് നിറഞ്ഞ മണ്ണായിരുന്നു, രാജ്യമായിരുന്നു ഇന്ത്യ. Our India is an India where brother loves and supports brother. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഏകോദര സഹോദരന്മാരെ പോലെ കഴിഞ്ഞു വന്നവരാണ്. മറ്റൊരു സഹോദരനെ സഹായിക്കാൻ മതമോ ജാതിയോ തടസ്സമായിരുന്നില്ല. പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പര സാഹോദര്യവും സഹവർത്തിത്വവും ഉണ്ടായിരുന്ന ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ. So the first message of Bharat Jodo Yatra is, we will not accept the hatred and the violence that the BJP and RSS are spreading in our country. അതുകൊണ്ട് ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ ആശയം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ വിദ്വേഷം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നിറയ്ക്കുന്ന RSSന്റെയും സംഘപരിവാറിന്റെയും അജണ്ട ഞങ്ങൾ അംഗീകരിക്കില്ല എന്നതാണ് ഭാരത് ജോഡോ യാത്രയുടെ ആദ്യത്തെ ആശയം എന്ന് പറയുന്നത്. The second message is, we will not accept an India which is unfair to the large majority of Indian people. രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത്, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ദശകോടികളായിട്ടുള്ള ഈ രാജ്യത്തെ സാധാരണക്കാരനോടും പാവപ്പെട്ടവനോടും അനീതി കാണിക്കുന്ന ഒരു രാജ്യത്തെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നതാണ് ഭാരത് ജോഡോ യാത്ര മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത്. We will not accept an India where millions and millions of youngsters cannot find a job, have to beg for a job, and then have to commit suicide because they cannot get a job. മൂന്നാമതായി ഭാരത് ജോഡോ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത്, ദശലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ ഈ രാജ്യത്ത് അലയുന്നത്, ഈ രാജ്യത്ത് തൊഴിൽ ലഭിക്കാതെ ആത്മഹത്യ ചെയ്യുന്നത്, ചെറുപ്പക്കാർ നിരാലംബരായി നിരാശരായി ഈ രാജ്യത്ത് അലഞ്ഞു നടക്കുന്ന ആ ഒരു രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതല്ല ഞങ്ങളുടെ ഇന്ത്യ എന്നതാണ് മൂന്നാമത്തെ ആശയം. We will not accept an India where parents spend their entire life's earnings trying to educate their children, trying to send their children to school and then to college, to university, only to be told that your child cannot get a job. വീണ്ടും ഭാരത് ജോഡോ യാത്ര പറയുന്നു, ഈ രാജ്യത്ത് ഒരു പുരുഷായുസിന്റെ മുഴുവൻ അധ്വാനം, ഒരു ജീവിതത്തിന്റെ മുഴുവൻ അധ്വാനം
തന്റെ മകന്റെയോ മകളുടെയോ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കിയിട്ട് ഒടുവിൽ കിട്ടുന്ന വാർത്ത എന്ന് പറയുന്നത്, ഒടുവിൽ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് തന്റെ മകൾക്കോ മകനോ ഈ രാജ്യത്തൊരു തൊഴിലില്ല എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യയെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ്. And we will not accept an India where the vast majority of poor people are drowning in high prices. അടുത്ത കാര്യം, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും പാവപ്പെട്ടവനും കടത്തിൽ മുങ്ങിത്താഴുന്ന, അവരില്ലായ്മപ്പെട്ടു പോകുന്ന, അവരുടെ ജീവിതം ഒഴുകി പോകുന്ന ഈ രാജ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. അതായിരുന്നില്ല ഞാനും നിങ്ങളും ജീവിച്ച ഇന്ത്യ. And I would like to thank all of you for supporting this idea of Bharat Jodo Yatra. ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നും നിങ്ങളെ എല്ലാവരോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ആശയങ്ങളെ പിന്തുണയ്ക്കാൻ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഇങ്ങോട്ട് ഒഴുകി വന്നതിന് ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നും നിങ്ങളോട് നന്ദി പറയുകയാണ്. Look, there are many ways to support things. പല രീതിയിൽ നിങ്ങൾക്ക് പിന്തുണയ്ക്കാം. You can support things by just standing there and saying, I support this. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് ഇത് കാഴ്ചക്കാരനെ പോലെ നിന്നിട്ട് ഞാൻ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് പറയാം. And then you can support something with love, affection, and giving it your full energy. എന്നാൽ അങ്ങനെയല്ല, ഞാൻ പിന്തുണയ്ക്കുന്നത് സ്നേഹം നൽകി, നിങ്ങളുടെ ആത്മാർത്ഥത നൽകി, നിങ്ങളുടെ പിന്തുണ നൽകി, ആത്മാർത്ഥമായി അതിനെ ഹൃദയത്തിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണയ്ക്കാൻ കഴിയും. അങ്ങനെ രണ്ട് രീതിയിലുള്ള പിന്തുണയാകാം. You are supporting the Bharat Jodo Yatra with love, affection, and all your energy. ഞാൻ ഏറെ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ ഭാരത് ജോഡോ യാത്രയെ പിന്തുണയ്ക്കുന്നത് കാഴ്ചക്കാരെ പോലെ നിന്നിട്ടല്ല, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം തന്ന്, നിങ്ങളുടെ സ്നേഹം തന്ന്, നിങ്ങളുടെ എല്ലാം തന്ന് ഈ ഭാരത് ജോഡോ യാത്രയെ സ്നേഹിക്കുന്നതിനെ ഞാൻ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. And millions of people are doing it. ഇതുപോലെ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഭാരത് ജോഡോ യാത്രയെ സ്നേഹം കൊണ്ടും ആത്മാർത്ഥം കൊണ്ടും പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. All religions, എല്ലാ മതത്തിൽപ്പെട്ടവരും, all communities, എല്ലാ ജാതിയിൽപ്പെട്ടവരും, സമുദായത്തിൽപ്പെട്ടവരും, all languages, എല്ലാ ഭാഷ സംസാരിക്കുന്നവരും, males, females, ആണും പെണ്ണും അടക്കമുള്ളവർ, children, older people, കൊച്ചുകുട്ടികളും ആബാലവൃദ്ധ ജനങ്ങൾ, every single person is coming out on the street with love and affection for each other. ആബാലവൃദ്ധ ജനങ്ങൾ ഈ തെരുവുകളിൽ വന്ന് കൊച്ചുകുട്ടികളെ കൊണ്ടടക്കം വന്ന് എനിക്ക് തരുന്നത് സ്നേഹവും ആത്മാർത്ഥയും പിന്തുണയുമാണ്. Everybody is treating everybody else with respect. എല്ലാവരും പരസ്പരം കാണുന്നത് ഏറെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ്. Nobody is disrespecting anybody on these streets. ഈ ഞാൻ നടന്നു വന്ന തെരുവുകളിൽ എവിടെയും ഒരു സാധാരണക്കാരനെയും പാവപ്പെട്ടവനോ വലിയവനോ ചെറിയവനോ ആരെയും പരസ്പര ബഹുമാനമില്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല. That is the true nature of our country. അതാണ് യഥാർത്ഥ ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ഇന്ത്യയുടെ സ്വഭാവം എന്ന് പറയുന്നത്. This thing that these people are saying, this hatred that they're spreading, this anger they're spreading, this is not India. This is something else. ആർഎസ്എസും സംഘപരിവാറും ഈ രാജ്യത്തെ പ്രചരിപ്പിക്കുന്ന വിദ്വേഷത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ഇന്ത്യ അല്ല നമ്മുടെ ഇന്ത്യ. മറിച്ച് ഈ കൈവീശി കാണിച്ചുകൊണ്ട് കാണിക്കുന്ന ഈ സ്നേഹവും നന്മയും പകർന്നു നൽകുന്ന ആ രാജ്യമാണ് നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്നത്. This is arrogance and it is cowardice. ഇത് ധിക്കാരവും ധാർഷ്ട്യവും മാത്രമല്ല ഭയവുമാണ് അവർ കാണിക്കുന്നത്. And India is humble and brave. ഇന്ത്യ വിനീതമായ ഭാഷയുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി വളരെ ഹംബിളായി ഇടപെടുന്ന വിനീതമായി സംസാരിക്കുന്ന ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ. So thank you for showing me and everybody else what India actually is on these streets. യഥാർത്ഥ ഇന്ത്യ എന്താണ് എന്ന് എന്നെ അടക്കം ഈ രാജ്യത്തെ കാണിച്ചു കൊടുക്കാൻ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഒഴുകി വന്ന് ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് കാണിച്ച സ്നേഹത്തിനും പിന്തുണയ്ക്കും ആത്മാർത്ഥതയ്ക്കും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. The only country in the world which fought its biggest oppressor with kindness and non-violence, that is this country. നിങ്ങൾ ഓർക്കണം, ഈ ലോക ചരിത്രത്തില് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നേരെ സത്യവും സത്യാഗ്രഹവും നന്മയും ആയുധമാക്കി പോരാടിയ ലോകത്തൊരേ ഒരു രാജ്യമുള്ളത് അത് എന്റെയും നിങ്ങളുടെയും ഇന്ത്യയാണ്. ഈ രാജ്യം ഇന്ത്യയാണ്. You show me which country on this planet has fought a superpower and defeated the superpower with respect, with humility and with affection. You show me that country. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോക ചരിത്രത്തെ നോക്കിയിട്ട് ഒരു രാജ്യത്തെ കാണിച്ചു തരാൻ കഴിയുമോ? സത്യം കൊണ്ടും സത്യാഗ്രഹം കൊണ്ടും നന്മ കൊണ്ടും വിനയം കൊണ്ടും ഒരു ശത്രുവിനെ പരാജയപ്പെടുത്തിയ ലോകയുദ്ധം ജയിച്ച ഒരു രാജ്യത്തെ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാൻ കഴിയുമോ? There is only one country in the world that has the power to do that. നിങ്ങൾ വിസ്മരിക്കരുത്, ഈ ലോക ചരിത്രത്തിൽ അതിന് കഴിഞ്ഞിട്ടുള്ളത് ഒരേ ഒരു രാജ്യത്തിനാണ്. ഈ ലോക ചരിത്രത്തിൽ അതിന് കഴിഞ്ഞിട്ടുള്ളത് ഒരേ ഒരു രാജ്യത്തിനാണ്. അത് നമ്മുടെ ഇന്ത്യക്കാണ് എന്നത് നിങ്ങൾ വിസ്മരിക്കരുത്. There is only one country in the world that has the depth
of understanding to do that. ഈ ലോകത്ത് അതിന് കഴിയുന്ന, അതിന് ശേഷിയുള്ള, അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന ആ രീതിയിലുള്ള ആഴവും പരപ്പുമുള്ള ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യമാണ്. That is our biggest strength. അതാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. You know, many years ago I met Nelson Mandela. നിങ്ങൾക്കറിയാം, ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാൻ നെൽസൺ മണ്ടേലയെ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. And that was when he had just come out of jail. He had spent 26 years in jail. അദ്ദേഹത്തിന്റെ 26 വർഷം നീണ്ട ജയിൽവാസത്തിന് ശേഷം പുറത്തു വന്ന ആ നാളുകളിലാണ് ഞാൻ അദ്ദേഹത്തെ കാണാനിടയായത്. I was maybe 21, 22 years old. എനിക്ക് അന്ന് 20 21 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. And I asked him, Mr. Mandela, you spent 26 years in jail. What gave you the courage to continue your struggle after 26 years in jail? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കൗതുകത്തോടു കൂടി ചോദിച്ചു, എങ്ങനെയാണ് ഇത്ര ദീർഘകാലം 26 വർഷക്കാലം ജയിൽവാസം അനുഭവിച്ച് ഇപ്പോഴും ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് ലഭിച്ചത് എന്ന്. And his answer to me was the idea of non-violence, the idea of compassion, and the idea of respecting other humans, which Mahatma Gandhi gave me. അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറഞ്ഞത്, ഈ ലോകത്ത് അഹിംസയുടെയും വിനയത്തിന്റെയും നന്മയുടെയും ഈ ലോകത്തിന് സ്നേഹത്തിന്റെയും വെളിച്ചം പകർന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകളും സന്ദേശവുമാണ് എന്നെ അതിന് പ്രാപ്തനാക്കിയത് എന്ന് നെൽസൺ മണ്ടേല പറയുകയുണ്ടായി. That is the power of this country. അതാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. That is the strength of this country. അതാണ് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. And that is what these people are challenging and questioning. അതിനെയാണ് ഇന്നത്തെ സംഘപരിവാർ BJP ശക്തികൾ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നതും ഇല്ലായ്മപ്പെടുത്താൻ ശ്രമിക്കുന്നതും. And we will never allow them to question it. നമ്മൾ ഒരിക്കലും അതിന് ഈ രാജ്യത്തെ വിട്ടുകൊടുത്തുകൂടാ. Thank you once again for all your support, your love and your affection. നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കും ഞാൻ ഒരിക്കൽ കൂടി എന്റെ ഹൃദയത്തിൽ നിന്നും 1000 നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. It is a honor. It's an honor for me to walk on these streets that you walk on. എന്നെ സംബന്ധിച്ച് ഇത് അഭിമാനമാണ്. കേരളത്തിന്റെ ഈ തെരുവോരങ്ങളിലൂടെ നടക്കാൻ ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അഭിമാനമാണ് എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് പറയട്ടെ. And it is an honor for me that you come and you walk with me. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും എന്റെ യാത്രയോട് ചേരാൻ കടന്നു വന്നത് എന്നെ സംബന്ധിച്ച് വലിയ അഭിമാനവും വലിയ അംഗീകാരവുമായി ഞാൻ കാണുകയാണ്. And you have given me so much love and affection that I can never repay it back. നിങ്ങൾ എനിക്ക് തന്ന സ്നേഹം, നിങ്ങൾ എന്നോട് കാണിച്ച ആത്മാർത്ഥത, നിങ്ങൾ എന്നോട് കാണിച്ച നന്മ എനിക്ക് ഒരു രീതിയിലും തിരിച്ചു തരാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. So I am indebted to you for the rest of my life. അതുകൊണ്ട് എന്റെ ശിഷ്ടകാല ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് കടപ്പെട്ടവരായിരിക്കുന്നു. Thank you. ഒരുപാട് നന്ദി. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ആലുവ MLA ശ്രീ അൻവർ സാദത്തിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയപ്പെടും. നമ്മുടെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി ഇന്ന് ആലുവ മാറിയിരിക്കുകയാണ്. പ്രിയങ്കരനായ രാഹുൽജിയുടെ ഈ പ്രസംഗവും ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്നു. രാഹുൽജി, ഞങ്ങളുടെ ആഗ്രഹം താങ്കൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. രാഹുൽജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവണം എന്ന ആഗ്രഹം അത് ഞങ്ങൾ എല്ലാവരും അങ്ങയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്. ഭാരത് ജോഡോ യാത്രയുടെ ഇന്നത്തെ സമാപന യോഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ നേതാവിന് ആവേശകരമായ വരവേൽപ്പ് നൽകിയ എറണാകുളം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഈ പദയാത്രയിൽ അണിനിരന്ന പദയാത്രികരെയും, നാഷണൽ പദയാത്രികർ, സംസ്ഥാന പദയാത്രികർ, ലക്ഷദ്വീപിൽ നിന്നുള്ള അതിഥി പദയാത്രികർ എന്നിവർക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ